സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സ്വപ്നങ്ങളില്ലാത്ത മനുഷ്യർ ഈ ഭൂമുഖത്ത് വിരളമാണ്. നക്ഷത്രങ്ങളെപ്പോലെ തിളങ്ങാൻ, സൂര്യനെ പോലെ ഒരു പ്രാവശ്യമെങ്കിലും കത്തിച്ചൊലിക്കുവാൻ, പൂമ്പാറ്റയെപ്പോലെ അപ്പൂപ്പൻ താടിയെപ്പോലെ ഒന്ന് ഫ്രീ ആയി പറക്കുവാൻ കൊതിക്കാത്തവരുണ്ടാകില്ല. ഒരുപക്ഷെ എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളുടെ ആഗ്രഹം ഇതായിരിക്കണമെന്നില്ല. സ്വസ്ഥമായൊന്ന് പ്രാർത്ഥിക്കുവാൻ, കുരിശിൽ തൂങ്ങുന്ന ക്രിസ്തുവിനെ നോക്കി കഥ പറയുവാൻ, കിട്ടിയ അനുഗ്രഹങ്ങൾ പെറുക്കിയെടുത്ത് ദൈവത്തിന് ധൈര്യപൂർവ്വം നന്ദി പറയാൻ, കാൽച്ചുവട്ടിലെ അവസാന മണ്ണ് ഒലിച്ചു പോകുമ്പോൾ കാലിടറാതെ കാൽവരിയിലെ ക്രിസ്തുവിനെ കെട്ടിപ്പിടിക്ക് എന്ന് പറയുവാൻ ഉള്ളിൽ നിന്ന് ഒരു ശക്തി ഉണ്ടായിരുന്നെങ്കിൽ, ഈ കാലഘട്ടത്തിൽ ഒരു കുഞ്ഞു വിശുദ്ധയാകാൻ പറ്റിയിരുന്നെങ്കിൽ, അതുമല്ലെങ്കിൽ നന്നായി ഒന്ന് മരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, ഇതൊക്കെയായിരിക്കും ഒരുപക്ഷെ നിങ്ങളുടെ ആഗ്രഹം. ആഗ്രഹം എന്തു തന്നെയായാലും നടക്കും, തീർച്ചയായും സാധിക്കും. അത് സംഭവിക്കുക തന്നെ ചെയ്യും. കർത്താവിൽ ആനന്ദിക്കുക, നിന്റെ ആഗ്രഹം സാധിക്കും. എൻ്റെ മോനെ, മോളെ, എത്ര കറയുണ്ടായിരുന്നാലും, ശരീരത്തിൽ എത്ര അഴുക്ക് പുരണ്ടാലും സാരമില്ല. കർത്താവിൻ്റെ സീലും സിഗ്നേച്ചറും ഇട്ടതാണ് നീ. അപ്പോൾ എന്തൊക്കെ കുറവുണ്ടെങ്കിലും ദൈവത്തിൻ്റെ പുത്രനാണ് നീ. ഒരു കാര്യമേ ചെയ്യേണ്ടതുള്ളൂ, നിന്റെ ഉള്ളിലെ കനല് ഊതി ജ്വലിപ്പിക്കുക. മാമോദീസായിലൂടെ കിട്ടിയ കനല് ഊതി 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 ജ്വലിപ്പിക്കുമ്പോൾ ഒരു തീപ്പന്തമായി മാറും. തീപ്പന്തമായി മാറുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിൻ്റെയും ദൈവഭയത്തിൻ്റെയും ആത്മാവ്. ഈ ആത്മാവ് വന്നു കഴിയുമ്പോൾ ജെറുസലേമിലും യൂദയായാലും സമറിയായാലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെ നീ ക്രിസ്തുവിന് സാക്ഷിയായിരിക്കും. എന്തു പറയണം, ആരോട് പറയണം എന്നൊന്നും വിഷമിക്കേണ്ട. തൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് നിന്നെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുകയും തക്ക സമയത്ത് അനുസ്മരിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ മറ്റുള്ളവരോട് ചേർന്ന് നീയും പ്രവചിക്കാൻ തുടങ്ങും. മറ്റൊരു മനുഷ്യനായി തീരും. ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ നീ, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന നീ ദൈവപുത്രന്മാരുടെ ഗണത്തിൽ ചേരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ മകനെ, മകളെ, നിനക്ക് വിശുദ്ധനാകണോ? പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ വ്യക്തിയാകാനുള്ള ദാഹമുണ്ടോ? ക്രിസ്തു പറയുന്നു, നിങ്ങൾ ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ എൻ്റെ അരികിലേക്ക് വരട്ടെ. വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ അവനിൽ നിന്ന് പുറപ്പെടും. നമുക്ക് ഒരുമയോടെ പ്രാർത്ഥിക്കാം. ജീവജലത്തിൻ്റെ അരുവി നമ്മളിൽ നിന്ന് ഉറപൊട്ടി ഒഴുകട്ടെ. ജീവജലത്തിനരുവി പരിശുദ്ധാത്മാവേ, സ്നേഹത്തിൻ നീരുറവൈ പരിശുദ്ധാത്മാവേ. ജീവജലത്തിനരുവി പരിശുദ്ധാത്മാവേ, സ്നേഹത്തിൻ നീരുറവൈ പരിശുദ്ധാത്മാവേ. എന്നിൽ വരേണമേ, എന്നിൽ നിറഞ്ഞു കവിയണമേ, എന്നിൽ വാഴണമേ, എന്നെ നിർമ്മലനാക്കണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, നിറയണമേ, എന്നിൽ നിറയണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, നിറയണമേ, എന്നിൽ നിറയണമേ. ജീവജലത്തിനരുവി പരിശുദ്ധാത്മാവേ, സ്നേഹത്തിൻ നീരുറവൈ പരിശുദ്ധാത്മാവേ. ജീവജലത്തിനരുവി പരിശുദ്ധാത്മാവേ, സ്നേഹത്തിൻ നീരുറവൈ പരിശുദ്ധാത്മാവേ.
പരിശുദ്ധാത്മാവേ എന്നിൽ വരണമേ, എന്നിൽ നിറയണമേ, എന്നിൽ വാഴണമേ. Veni, Sancte Spiritus. Veni, Sancte എന്നിൽ സ്നേഹം പകരുന്നു, നിത്യാനന്ദം നൽകുന്നു, ആത്മധൈര്യമേകുന്നു, സ്വതന്ത്രനാക്കുന്നു. എന്നിൽ സ്നേഹം പകരുന്നു, നിത്യാനന്ദം നൽകുന്നു, ആത്മധൈര്യമേകുന്നു, സ്വതന്ത്രനാക്കുന്നു. സാക്ഷിവേകാനായി എന്നെ ശക്തനാക്കുന്നു, സ്വന്തമാക്കി എന്നിൽ തൻ മുദ്ര പതിക്കുന്നു. സാക്ഷിവേകാനായി എന്നെ ശക്തനാക്കുന്നു, സ്വന്തമാക്കി എന്നിൽ തൻ മുദ്ര പതിക്കുന്നു. പരിശുദ്ധാത്മാവേ എന്നിൽ വരണമേ, എന്നിൽ നിറയണമേ, എന്നിൽ വാഴണമേ. 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 പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഇറങ്ങി വരണമേ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ തോട് നദിയാകണമേ പരിശുദ്ധാത്മാവേ. സമുദ്രമാകട്ടെ, സമുദ്രമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ ഈശോയെ, എൻ്റെ ഈശോയെ, കുശവന്റെ കയ്യിലെ ഒരു പിടി മണ്ണായ എണ്ണ പരിശുദ്ധാത്മ ജലത്തിൽ മെനഞ്ഞെടുക്കണമേ. പരിശുദ്ധാത്മാവേ, എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളിലേക്ക് നീ കടന്നു വരണമേ. ജഡത്തിൻ്റെ ദുരാശ, ശരീരത്തിൻ്റെ ദുരാശ, കണ്ണിൻ്റെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഈ മേഖലകളിലേക്ക് എൻ്റെ പൊന്നു പരിശുദ്ധാത്മാവേ നീ കടന്നു വരണമേ. പാടാം. ആത്മാവേ പരിശുദ്ധാത്മാവേ നിറയണമേ, എന്നിൽ നിറയണമേ. ആത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ നിറയണമേ, എന്നിൽ നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോനാ പ്രവാചകൻ 3 ദിവസം മത്സ്യത്തിൻ്റെ ഉദരത്തിൽ കഴിഞ്ഞു. എല്ലാ വാതിലുകളും അടഞ്ഞപ്പോൾ അദ്ദേഹം ഇപ്രകാരം പ്രാർത്ഥിച്ചു: എന്നാൽ കർത്താവിന് കൃതജ്ഞതാ ഗീതങ്ങൾ ആലപിച്ച് ഞാൻ ബലിയർപ്പിക്കും. ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും. കർത്താവാണ് എൻ്റെ രക്ഷകൻ. കർത്താവ് മത്സ്യത്തോട് കൽപ്പിച്ചു. മത്സ്യം കരയിൽ യോനയെ ഛർദ്ദിച്ചു. 5000-ലധികം വരുന്ന ജനങ്ങൾ പൊരിവെയിലത്ത് ഒട്ടിയ വയറുമായി നടക്കുമ്പോൾ അവരോട് അനുകമ്പ തോന്നിയ യേശു ശിഷ്യന്മാരിലൂടെ കിട്ടിയ 5 അപ്പവും 2 മീനും എടുത്തുയർത്തി വാഴ്ത്തി വിഭജിച്ചു കൊടുത്തപ്പോൾ 12 കുട്ട അപ്പം ബാക്കിയായി. ശരീരം മണ്ണോട് ചേർത്ത് വച്ചിട്ട് 4 ദിവസമായി.
കരഞ്ഞു തളർന്ന മാർത്തായും മേരിയോടും ചേർന്ന് യേശു നിന്നിട്ട് ഇപ്രകാരം പ്രാർത്ഥിച്ചു: എൻ്റെ പിതാവേ, എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ലാസർ പൂർവാധികം ശക്തിയോടെ ഒരു കേടുപാടുമില്ലാതെ തിരിച്ചു വന്നു. പ്രിയ മക്കളെ, പ്രതിസന്ധികളുടെ കൂമ്പാരങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോഴും നമുക്ക് സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം. തളരാതെ പതറാതെ യോനയെപ്പോലെ, തോബിത്തിനെപ്പോലെ, സാറയെപ്പോലെ, ജോബിനെപ്പോലെ നമുക്കും നിന്ദനത്തിലും സ്തുതികൾ ആലപിക്കാം, ഹല്ലേലൂയ പാടാം. ആനന്ദത്തിന്റെ തൈലം പൂശി, സ്തുതിപ്പിന്റെ മേലാപ്പിട്ട്, ഐശ്വര്യത്തിന്റെ നദി ഒഴുക്കി, അരയിൽ അരക്കച്ച പോലെ യേശുവേ എന്നെയും ചേർത്ത് വെക്കണമേ, ഹല്ലേലൂയ പാടുവാൻ. തീച്ചൂളയുടെ നടുവിൽ നിന്ന് ശദ്രാക്, മെഷാക്, അബിദ്നഗോ എന്നീ 3 ചെറുപ്പക്കാർ സ്തുതി പാടി. സിംഹക്കൂട്ടിൽ നിന്ന് ദാനിയേൽ പാടി ഹല്ലേലൂയ. വാഗ്ദാന പേടകം കൊണ്ടുവന്നപ്പോൾ ദാവീദ് രാജാവ് പേടകത്തിന് മുമ്പിൽ നൃത്തം ചവിട്ടി. ജയിലറയ്ക്കുള്ളിൽ നിന്ന് അപ്പോസ്തലന്മാർ സ്തുതി പാടി. മക്കളെ, നമുക്ക് ഒരുമയോടെ ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. പാപിക്ക് ഇണങ്ങുന്നതല്ല. എവിടെ പാപമുണ്ടോ അവിടെ അഹങ്കാരമുണ്ട്. എവിടെ അഹങ്കാരമുണ്ടോ അവിടെ സ്വയം പുകഴ്ത്തലുകളുണ്ട്. എവിടെ എളിമയുണ്ടോ അവിടെ കൃപയുണ്ട്. എവിടെ കൃപയുണ്ടോ അവിടെ നന്ദിയുണ്ട്. മക്കളെ, വലിയവനാകാൻ വലിയൊരു മലയുടെ മുകളിൽ നിന്നാൽ വലിയവനാകില്ല. വലിയവനാകണമെങ്കിൽ എളിമയുള്ളവരാകണം. കർത്താവ് വചനത്തിലൂടെ പറയുന്നു, നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം എളിമപ്പെടുക, അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും. എളിമയോടെ, എളിമയുടെ കുപ്പായം ധരിച്ച് നമുക്ക് നന്ദി പറയാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് നമുക്ക് സ്തുതിക്കാം. കിട്ടിയതിനും കിട്ടാത്തതിനും, രോഗശാന്തിക്കും സൗഖ്യത്തിനും സന്തോഷത്തിനും സന്താപത്തിനും വിജയത്തിനും പരാജയത്തിനും ദുഃഖങ്ങൾക്കും എല്ലാത്തിനും നമുക്ക് ദൈവത്തിന് നന്ദി പറയാം.
ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. നിന്നതല്ലതാ ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നിന്നതല്ലതാ ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. സാധ്യതകളോ അസ്തമിച്ചു പോയപ്പോൾ, സോദരങ്ങളോ അകന്നു മാറിയപ്പോൾ. സാധ്യതകളോ അസ്തമിച്ചു പോയപ്പോൾ, സോദരങ്ങളോ അകന്നു മാറിയപ്പോൾ. സ്നേഹം തന്നു വീണ്ടെടുത്ത യേശുനാഥൻ സകലത്തിലും ജയം തന്നുവല്ലോ. സ്നേഹം തന്നു വീണ്ടെടുത്ത യേശുനാഥൻ സകലത്തിലും ജയം തന്നുവല്ലോ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. എൻ്റെ ഈശോയെ, എൻ്റെ അകവും പുറവും വൃത്തിയാക്കി അപ്പത്തിൻ്റെ, അധികാരത്തിൻ്റെ, അധമ വികാരങ്ങളുടെ മേലുള്ള പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ എൻ്റെ ഈശോയെ നിന്റെ കരം എന്നും എൻ്റെ കൂടെ ഉണ്ടാകട്ടെ. അപ്പോൾ എൻ്റെ അധരത്തിൽ നിന്നുള്ള വാക്കുകളും ഹൃദയത്തിൽ നിന്നുള്ള വിചാരങ്ങളും
എപ്പോഴും അങ്ങേക്ക് സ്വീകാര്യമായിരിക്കും. താങ്ക് യു ലോർഡ്. താങ്ക് യു ഈശോയെ. ആമേൻ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തെ